ശിവദാസ് കൂടി ചേർന്നു. ശിവദാസ്, ഗ്യാസ് ക്രിമിറ്റോറിയത്തിലാണ് സംസ്കാര കർമ്മം നടക്കുന്നത്. ആ മുഹൂർത്തത്തിലേക്ക് എത്തിയിട്ടുണ്ടോ ശിവദാസ്? ാവുകയാണ് മലയാളികളുടെ ഇടയിൽ നിന്നും അദ്ദേഹം അവസാന യാത്ര പറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം മാവൂരൂരിലെ ശ്മശാനത്ത് സംസ്കരിക്കുന്നതിനുള്ള അവസാന ഘട്ട ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 5 മണിക്കായിരുന്നു സംസ്കാരം നേരത്തെ അറിയിച്ചിരുന്നത്. അതനുസരിച്ച് തന്നെ കൃത്യമായി തന്നെ ആ ചടങ്ങുകളെല്ലാം തന്നെ നടന്നിരുന്നു. അദ്ദേഹത്തിന്റെ ഭൗതികദേഹം കൊട്ടാരം റോഡിലെ സിത്താര വീട്ടിൽ നിന്നും 4:45 തന്നെ ഇവിടെ മാവൂരോട് ശ്മശാനത്തിൽ എത്തി. മാവൂരോട് ശ്മശാനത്തിന്റെ അങ്കണത്തിലാണ് അദ്ദേഹത്തിന് സർക്കാരിന്റെ ഔദ്യോഗികമായ ബഹുമതികളെല്ലാം തന്നെ ആദരം എല്ലാം തന്നെ നൽകിയിരുന്നത്. ഗാർഡ് ഓഫ് ഓണർ നൽകിയിരുന്നത് ഇതിന്റെ അങ്കണത്തിലാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇപ്പോൾ ഈ ശ്മശാനത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അന്തിമ കർമ്മങ്ങൾ നടക്കുകയാണ്. ബന്ധുക്കളും മകളും മരുമകനും അടക്കമുള്ള മറ്റ് ബന്ധുക്കളും എല്ലാം തന്നെ ഈ ചടങ്ങിൽ പങ്കാളിയാകുന്നുണ്ട്. അല്പ സമയത്തിനകം തന്നെ മലയാളികളുടെ അഹങ്കാരമായിരുന്ന MP ഓർമ്മകളിലേക്ക് മറയാൻ പോവുകയാണ്. നിരവധി ആളുകൾ ആണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി വീട്ടിലും പൊതുദർശനം വെച്ച വീട്ടിലും അതോടൊപ്പം തന്നെ സംസ്കാരം നടക്കുന്ന മാവൂരോടിലെ ശ്മശാന ഭൂമിയിലുമെല്ലാം അത് പൂർത്തിയായിരിക്കുന്നു. ശിവദാസ്, ആ ഗ്യാസ് ക്രിമിറ്റോറിയത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം അത് മനസ്സിലാക്കുന്നത് ആ മൃതദേഹം അങ്ങോട്ടേക്ക് ഗ്യാസ് ക്രിമിറ്റോറിയത്തിലേക്ക് അത് കടന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയല്ലേ ശിവദാസ്? ഇപ്പോൾ അന്തിമ കർമ്മങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ് അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാരം പൂർത്തിയായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എല്ലാ ചടങ്ങുകളും കർമ്മങ്ങളും എല്ലാം തന്നെ കഴിഞ്ഞ് അത് സംസ്കാരം പൂർത്തിയായിരിക്കുന്നു. ആളുകളെല്ലാം തന്നെ ഇപ്പോൾ പിരിഞ്ഞു പോവുകയാണ്. അങ്ങനെ തന്നെയാണ് ആളുകൾ അവിടുത്തെ സംസ്കാര കർമ്മം ഗ്യാസ് ക്രിമിറ്റോറിയത്തിൽ നേരത്തെ നമ്മുടെ റിപ്പോർട്ടർമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് നിർമ്മിച്ച ഗ്യാസ് ക്രിമിറ്റോറിയത്തിൽ ആദ്യ മൃതദേഹം അല്ലെങ്കിൽ അതിലും ഒന്നാമനായി എത്തുന്നത് MD ആണ് എന്നുള്ള പ്രത്യേകതയാണ്. കഥാലോകത്തെ ഒന്നാമൻ, ചലച്ചിത്ര ലോകത്ത്, തിരക്കഥാകൃത്തിൻ്റെ ലോകത്ത് ഒക്കെ തന്നെ ഒന്നാമനായി നിലകൊണ്ട MD മരണത്തിലും അദ്ദേഹം ആ നേതൃസ്ഥാനം വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ തൻ്റേതായ കാരണവസ്ഥാനം അക്കാര്യത്തിലും അദ്ദേഹം വഹിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം എഴുതി വച്ച വിലാപ യാത്രയിൽ എന്നുള്ള നോവലിൽ അറമ്പറ്റിയ ചില വാക്കുകൾ നമുക്ക് ഇപ്പോൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. അദ്ദേഹം ഇങ്ങനെ കുറിച്ചു വെച്ചു. വിലാപയാത്ര എന്നുള്ള നോവൽ അദ്ദേഹം എഴുതി വച്ചത് ഇങ്ങനെയാണ്: എവിടെയോ ആരംഭിച്ച് എവിടെയോ അവസാനിക്കുന്ന ജീവിതയാത്ര. കാലപ്രവാഹത്തിൽ സ്വാഭാവികമോ അപ്രതീക്ഷിതമോ ആയ സംഭവവികാസങ്ങൾ ഓരോരുത്തരുടെയും വഴിതിരിച്ചു വിടുന്നു. കുടുംബ ബന്ധങ്ങളുടെയും വഴിത്തിരിവുകളുടെയും കുരുക്കിൽപ്പെട്ട് സാഫല്യമടയാതെ പോയ സ്വപ്നങ്ങളുടെ ചിത അവരുടെ മനസ്സിലുണ്ട്. വിലാപയാത്രയിൽ പങ്കുകൊള്ളവേ ജീവിതം തന്നെ ഒരു വിലാപയാത്രയല്ലേ എന്ന് സന്ദേഹിക്കുകയാണ്. MDയുടെ തൂലികയിൽ പിറന്ന അക്ഷരങ്ങളാണത്. അത് അക്ഷരാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു വിലാപയാത്ര അദ്ദേഹം ആഗ്രഹിച്ചില്ല എങ്കിൽ പോലും സമൂഹം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു വിലാപയാത്രയാണ് അവിടെ നടന്നത്. നമ്മളിപ്പോൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മകൾ അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ശവസംസ്കാര കർമ്മം നിർവഹിച്ച ശേഷം ശ്മശാനത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ അവിടെ സർക്കാർ ഒരുക്കിയിരുന്നു. സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ശവസംസ്കാര കർമ്മം നടന്നത്. അതിനുശേഷം പിന്നീട് സാമുദായികപരമായ ചടങ്ങുകൾ അവിടെ പൂർത്തിയാക്കിയ ശേഷം ഗ്യാസ് ക്രിമിറ്റോറിയത്തിലേക്ക് മൃതദേഹം അതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. അത്തരത്തിലാണ് അവിടെ സംസ്കാര കർമ്മം നടന്നത്. ഇനിയും തുടർന്നുള്ള ചടങ്ങുകൾ കുടുംബാംഗങ്ങൾ ആലോചിച്ച് മറ്റ് ചടങ്ങുകൾ പിന്നീട് അതിൻ്റെ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം ഒഴുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അത് അവരുടെ കുടുംബത്തിൻ്റെ മാത്രം തീരുമാനമായി അത് വരേണ്ടതുണ്ട്. എന്തായാലും സാഹിത്യ ലോകത്തെയും രാഷ്ട്രീയ ലോകത്തെയും സാമൂഹ്യ രംഗങ്ങളിലെ ഒക്കെ തന്നെ പ്രമുഖരായിട്ടുള്ള ആളുകൾ MDയെ ഒരു നോക്ക് കാണാൻ സിത്താരയിലേക്കെത്തി എന്നുള്ളതാണ്. ആ MD ഇല്ലാത്ത വീട്ടിലേക്കാണ് ഇനിയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും മക്കളുമൊക്കെ ഇനിയും മടങ്ങി ചെല്ലുമ്പോൾ MD അവിടെ ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ചാരുകസേരയിൽ ഇരിക്കാൻ ആളുണ്ടാവില്ല. പക്ഷേ അദ്ദേഹം എഴുതി വച്ച ഒരു മുറിയിൽ കൊള്ളാവുന്നതിലധികം പുസ്തകങ്ങളും ഒക്കെ തന്നെ അദ്ദേഹത്തിന് സമ്പാദ്യമായിട്ടുണ്ട്. അതിലൂടെ അദ്ദേഹം ജീവിക്കും. അതിലൂടെ അദ്ദേഹം വരും തലമുറയിലേക്കും MD ആര് എന്ന് മനസ്സിലാക്കി കൊടുക്കും. അതിന് യാതൊരു സംശയവുമില്ല. ശിവദാസ്, ഇനിയും ഈ കുടുംബാംഗങ്ങൾ വീട്ടിലേക്ക് മടങ്ങുന്നു. ഇനി മറ്റ് ചടങ്ങുകളൊന്നും അവിടെ അവശേഷിക്കുന്നില്ലല്ലോ ശിവദാസ്?
വിനോദ അദ്ദേഹത്തിന്റെ സംസ്കാരം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ബന്ധുക്കളും മരുമകളും മറ്റ് ബന്ധുക്കളും എല്ലാം തന്നെ ഇപ്പോൾ ഈ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായി. മതപരമായ ചടങ്ങുകളടക്കം പൂർത്തിയായി ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. മറ്റ് മന്ത്രിമാരും മറ്റ് സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരും എല്ലാം തന്നെ ഇവിടെ ഈ അന്തിമ കർമ്മം നടക്കുന്ന സംസ്കാരം നടക്കുന്ന ഈ മാവൂർ റോഡ് ശ്മശാനത്തിലേക്ക് എത്തിയിരുന്നു. ഓരോരുത്തരായി ഇപ്പോൾ മടങ്ങുകയാണ്. അതായത് MT അവസാനമായി ഒരു നോക്ക് കണ്ട് അന്തിമോപചാരം അർപ്പിച്ച് ഇനി MT എന്ന ആ മഹാപ്രതിഭ, മലയാളത്തിന്റെ മഹാപ്രതിഭ ഇല്ല എന്ന ഉള്ളിൽ വേദനിച്ചുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ വീടുകളിലേക്ക് വീണ്ടും മടങ്ങുകയാണ്. നമുക്കറിയാം അല്പസമയം മുൻപാണ് അദ്ദേഹത്തിന്റെ ഈ ചടങ്ങ് അവസാന അന്തിമകർമ്മ ചടങ്ങുകളെല്ലാം തന്നെ കഴിഞ്ഞത്. ഗാർഡ് ഓഫ് ഓണർ അടക്കം നൽകി സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചു. പക്ഷേ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേണ്ട എന്നായിരുന്നു മുൻപ് കുടുംബാംഗങ്ങളോട് അടക്കം അദ്ദേഹം സൂചിപ്പിച്ചിരുന്നത്. വിലാപയാത്ര വേണ്ട, അതോടൊപ്പം തന്നെ മറ്റു പൊതുദർശനം, മറ്റു പൊതു ഇടങ്ങളിലുള്ള പൊതുദർശനം വേണ്ട. ഇത്തരത്തിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ വീട്ടിൽ പൊതുദർശനം വെച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി എന്നായിരുന്നു അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളോട് സൂചിപ്പിച്ചത്. പക്ഷേ മലയാളികളെ സംബന്ധിച്ച് മലയാളികൾക്ക് അദ്ദേഹത്തെ ആദരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയിരുന്നു. ഇന്നലെ രാത്രി ഏകദേശം 12 മണിയോടെയാണ് വീട്ടിൽ പൊതുദർശനം ആരംഭിച്ചത്. ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ആയിരുന്നു അദ്ദേഹം ചികിത്സയിലുണ്ടായിരുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് MT എന്ന രണ്ടക്ഷരം നിലച്ചത്. ഒരു യുഗത്തിന് അന്ത്യമാകുന്നത്, മലയാള ഭാഷയുടെ പെരുന്തച്ഛൻ ഇല്ലാതാകുന്നത്, ഈ കാലം തന്നെ നിലയ്ക്കുന്ന ആ സമയം ഇന്നലെ രാത്രി 10 മണിക്കായിരുന്നു. അതിനുശേഷം 2 മണിക്കൂറോളം കഴിഞ്ഞാണ് ഏകദേശം അദ്ദേഹം താമസിക്കുന്ന കൊട്ടാരം റോഡിലെ സിത്താര എന്ന വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എത്തിക്കുന്നത്. ആ സമയം മുതൽ തന്നെ നിരവധി ആളുകൾ ആണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന നിരവധി സാധാരണക്കാരായ ആളുകളും നാട്ടുകാരും ബന്ധുക്കളും അതോടൊപ്പം തന്നെ മലയാള സിനിമാ ലോകത്തെ പ്രമുഖരും സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രധാനപ്പെട്ട ആളുകളും മന്ത്രിമാർ അടക്കം മുഖ്യമന്ത്രിയും ചലച്ചിത്ര നടൻ മോഹൻലാലും മറ്റ് പ്രധാനപ്പെട്ട ഒരുവിധം എല്ലാ നേതാക്കളും ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം തന്നെ അദ്ദേഹത്തെ അന്തിമോപചാരം അർപ്പിക്കാനായി ഈ വീട്ടിലും അതോടൊപ്പം തന്നെ നിരവധി പ്രമുഖരാണ്. മുഖ്യമന്ത്രി അടക്കമുള്ള മുഹമ്മദ് റിയാസ് അടക്കമുള്ള മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ള നിരവധി വ്യക്തിത്വങ്ങൾ, എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള അടക്കമുള്ള നിരവധി ആളുകൾ, സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ നിരവധി പ്രമുഖരാണ് വീടുകളിലേക്ക് എത്തിയത്. ഇപ്പോൾ അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം കുടുംബാംഗങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുകയാണ്.